കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ആയിരക്കണക്കിന് എണ്ണപ്പനകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശത്ത് കനത്ത പുകപടലമാണ്. തീ അടുത്ത വനത്തിലേക്ക് പടരുകയും ചെയ്യുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തുന്നുണ്ട്. പുക ശ്വസിച്ച് 3 തൊഴിലാളികൾക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ദിലീപ് ദേവസ്യ നൽകും തത്സമയ വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, നമ്മൾ നേരത്തെ ഈ ഹോളിവുഡിലൊക്കെ കണ്ട വലിയ തീപിടുത്തം പോലെ തീ നിയന്ത്രണാതീതമായി തന്നെ ഇപ്പോഴും തുടരുകയാണോ കുളത്തൂപ്പുഴയിലും? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴും തീ മറ്റു സ്ഥലങ്ങളിലേക്കടക്കം വ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. കൊല്ലം കുളത്തൂപ്പുഴ വനത്തിലേക്ക് തീ പടരുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ എത്രയോ കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആ തീ പടരുന്നത്. അത് വനത്തിലേക്കാണ് തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെയും ഇവിടെ എത്തിയിരിക്കുന്നത് ആകെ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ്. നമ്മൾ 4 മണി മുതൽ ഈ വാർത്ത പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അഞ്ചലിൽ നിന്നും പുനലൂരിൽ നിന്നും കുളത്തൂപ്പുഴയിൽ നിന്നും മാത്രമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയത്. അത് 3 വണ്ടി മാത്രം. ആ വാഹനങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റാത്തതാണ് ഇത്തരത്തിൽ വലിയ തോതിലേക്കുള്ള ഈ തീ പടരാനുള്ള കാരണമുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 50 ഏക്കറിലധികം കത്തി നശിച്ചിട്ടുണ്ട്. അല്പം മുമ്പാണ് തീ വനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാൻ പറ്റാത്ത തരത്തിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ തോട്ടത്തിലെ തൊഴിലാളികളും അതോടെ ഫയർഫോഴ്സും വനംവകുപ്പ് ടീം എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ തൊട്ടടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ എൻ്റെ പിന്നിൽ പോലും വലിയ തരത്തിൽ തീ ആളിക്കത്തുകയാണ്. അത് തൊട്ടടുത്താണ് തീ ആളിക്കത്തുന്നത്. അത് അപ്പുറത്തും വലിയ വനമാണ്. അതിൻ്റെ അങ്ങോട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ചുറ്റിലും ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുന്നു. തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് അല്പം മുമ്പ് തീ വലിയ തോതിൽ കത്തിയിരുന്നു. അത് കത്തി നശിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. തൊട്ടടുത്തേക്കും വലിയ തോതിൽ ഈ തീ പടരുകയാണ്. ഇപ്പോൾ ഇതിൽ തീ പിടിക്കാനുണ്ടായ ഒരു കാരണം ആവശ്യത്തിനുള്ള ഫയർ ലൈനുകൾ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് ഇത് ഓയിൽ പാമിൻ്റെ തൈകളാണ്. ഇത്തരം തൈകൾ നടുന്നതിന് വേണ്ടി ടെൻഡർ നൽകിയിരുന്നു. ഈ ടെൻഡർ നൽകുന്നതിന് തൊട്ട് മുൻപ് ഈ തൈ നടുന്നതിന് മുമ്പ് ഇവിടെ കാട് വെട്ടണമെന്നുള്ളൊരു ടെൻഡർ നൽകിയിരുന്നു. അങ്ങനെ കാട് വെട്ടിയ ആൾ ഇവിടെ തന്നെ ഈ കാട് കൊണ്ട് ഇടുകയും അത് ഉണങ്ങി അതിലേക്ക് തന്നെ തീ പിടിക്കുകയായിരുന്നു കാരണമായത്. പിന്നീട് വലിയ തോതിൽ തീ ആളിക്കത്തി. പിന്നീട് ഈ നാട്ടുകാർ പറഞ്ഞ മറ്റൊരു പ്രശ്നം, ഇവിടെ ഫയർഫോഴ്സ് ഇല്ല എന്നുള്ളതാണ്. കുളത്തൂപ്പുഴ ഭാഗത്ത് ആവശ്യത്തിന് ഫയർഫോഴ്സ് ഇല്ല എന്ന് നമ്മളോടൊപ്പം ഈ പ്രദേശത്തെ ഒരാൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഫയർഫോഴ്സ് ഇല്ല അല്ലേ? ഇല്ല, കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ല. ഇന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് വേണമെന്നുള്ളത്. പക്ഷേ കുളത്തൂപ്പുഴയിൽ ഇതുവരെയും ഈ വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് കൂടി ഇവിടെ ഫയർഫോഴ്സ് ഇല്ല. ഇവിടെ നിരന്തരമായിട്ട് കാട്ടുതീ വീഴുന്നൊരു പ്രദേശമാണ്. പക്ഷേ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ? വലിയ തോതിൽ തീ വനത്തിലേക്ക് ഫോറസ്റ്റുകാരുണ്ട് അവിടെ. ഇപ്പോൾ ഇവിടുത്തെ മെമ്പർ ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ട്. അത് വനത്തിലേക്കുള്ള തുടക്കം മാത്രമാണ്. തുടക്കം വനത്തിലേക്ക് കയറി തുടങ്ങിയ പിടിച്ചു കഴിഞ്ഞു. വനത്തിലേക്ക് കയറി കഴിഞ്ഞു. പക്ഷേ അത് അവിടെ അണയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം അവിടെ അണയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. അവിടെ നമ്മുടെ ഇടത് ഭാഗത്തൊക്കെ എങ്ങനെയാണ്? ഇനിയും തീ പടരാനുള്ള സാധ്യതയില്ലേ? ഇവിടെ അതിന് താഴെ ഇവിടെ തന്നെ ഫയർ എഞ്ചിൻ ഒരെണ്ണം താഴെയുണ്ട്. അപ്പോൾ അവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടുന്ന് തൊട്ട് താഴെ വനമാണ്. നല്ല കാറ്റുമുണ്ട്, പ്രതികൂലമായുള്ള കാറ്റുമുണ്ട്. ഈ കാറ്റ് തന്നെയാണ് നേരത്തെ നമ്മൾ 4 മണി മുതൽ കാണുന്നതാണ്. കാറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് തീയെ എത്തിക്കുകയാണ്. അങ്ങനെ തീ പല പ്ലാന്റേഷൻ ഏരിയ എന്ന് പറയുന്നത് ഒട്ടുമിക്കതും കത്തിക്കഴിഞ്ഞു. ഇത് റീപ്ലാന്റിംഗ് ഏരിയ ആണ്. അപ്പോൾ റീപ്ലാന്റിംഗ് ഏരിയ ഏകദേശം 40% കത്തിക്കഴിഞ്ഞു. എണ്ണപ്പനകളും ഡോക്ടർ അരുൺകുമാർ, മറ്റൊരു കാര്യം, എണ്ണപ്പനകളടക്കം കത്തി നശിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എണ്ണപ്പനകളുടെ മുകളിലേക്ക് തീ പടരുകയായിരുന്നു. അങ്ങനെ തീ ഓരോരോ സ്ഥലത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ കാണുന്നതടക്കം തീ വല്ലാതെ തോതിൽ കത്തുകയാണ്. രാത്രി ആകുമ്പോഴേക്കും ഇവിടുത്തെ നാട്ടുകാരടക്കം പല സ്ഥലങ്ങളിൽ നിന്ന് ബക്കറ്റിലടക്കം വെള്ളം എത്തിച്ച് തീ അണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, കണ്ടു തന്നെ നിൽക്കാൻ പറ്റും. ഓരോരോ വശത്തും തീ വലിയ തോതിൽ വ്യാപിച്ചു. അങ്ങനെ നാട്ടുകാർക്ക് തന്നെ പേടിയാകുന്ന തരത്തിലേക്ക് എത്തി. ഫയർഫോഴ്സ് ആകെ നെടുമങ്ങാട് നിന്ന് ഫയർഫോഴ്സ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഫയർഫോഴ്സ് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി അടക്കം മുന്നോട്ട് വയ്ക്കുന്നതിന് ആകെ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് നിലവിൽ 4 മണി മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1:30-ക്കാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. ഈ 1:30 മുതലുള്ള സമയത്ത് ആകെ ഉണ്ടായിരുന്നത് കടക്കലിൽ നിന്നും പുനലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ മാത്രമാണ് ഈ തീ അണയ്ക്കുന്നതിന് എത്തിയിരിക്കുന്ന. കോടികളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഓയിൽ പാമിൻ്റെ തൈ നടുന്നതിന് 250 രൂപയാണ് ഒരു തൈക്കുള്ള. അങ്ങനെ ആയിരക്കണക്കിന് തൈകൾ തന്നെ ഇപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട്. ഓയിൽ പാമിൻ്റെ മരങ്ങൾ, ഈ എണ്ണപ്പന അടക്കം കത്തി നശിച്ച എണ്ണപ്പനകളിലേക്ക്, മരത്തിൻ്റെ മുകളിലേക്കടക്കം തീ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കത്തുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ നമുക്ക്
ഉണ്ട് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മരം നമുക്ക് അങ്ങനെ അത്രത്തോളം കത്തി ഇപ്പോഴും ഇനി വനത്തിലേക്ക് തീ കടക്കുമോ അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് തീ പടരുമോ എന്നുള്ള ഒരു ഭീതിയിലാണ്. അത് അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് കൂടുതൽ യൂണിറ്റ് എത്തേണ്ടത് അനിവാര്യമാണ്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തിപ്പോഴും തീപിടുത്തം കുളത്തുപുഴയിൽ തുടരുന്നു.